നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ മണ്ഡലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സൂചനയായി ചില മണ്ഡലങ്ങളിൽ കണക്കാക്കാനാകുമോ? ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? അവരുടെ ചിന്താധാരയിൽ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഉണ്ടായത്? MLA നിങ്ങൾക്കൊപ്പം സജീവമായിരുന്നു. നിയമസഭയിൽ നിങ്ങൾക്കായി ഇടപെടാറുണ്ടോ? നിയമനിർമ്മാണ പ്രക്രിയയിൽ നിങ്ങളുടെ MLA സജീവമാണോ? എന്തെല്ലാം വികസനം നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചു തന്നിട്ടുണ്ട്? ഉറപ്പു നൽകിയിട്ടും പാലിക്കാത്തത് എന്തെല്ലാമാണ്? MLA ചെയ്തതും ചെയ്യാത്തതുമെല്ലാം നമ്മൾ ഒന്നിച്ചു പരിശോധിക്കുകയാണ്. ന്യൂസ് മലയാളത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി ഹലോ MLA. പറഞ്ഞേ പറ്റൂ. ഓരോ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ ചിത്രം എന്താണ്? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നെല്ലാം നമ്മൾ ഏതാണ്ട് വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നു. ഹലോ MLA ഇന്നെത്തുന്നത് മധ്യ കേരളത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ പമ്പാ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ മണ്ഡലത്തിൽ. കേരളത്തിലെ പ്രശസ്തമായ പട്ടണങ്ങളിലൊന്നാണ്. കേരളത്തിന് പുറത്തു നിന്നുള്ള ശബരിമല തീർത്ഥാടകർ വന്നിറങ്ങുന്ന ഇടം. പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളും പഴയ സുറിയാനിപ്പള്ളിയും വാഞ്ഞിപ്പുഴ കൊട്ടാരവും എല്ലാം നഗരത്തിന്റെ മാറ്റുകൂട്ടുന്നു. നിരവധി ഐതിഹ്യങ്ങളും ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് ചെങ്ങന്നൂരിലേത്. ചെങ്കുന്ന് എന്ന് വിളിച്ചു തുടങ്ങി ഒടുവിൽ ചെങ്ങന്നൂരായി പരിണമിച്ച സ്ഥലത്തിന് എടുത്തു പറയാൻ വലിയ സാംസ്കാരിക ചരിത്രമാണുള്ളത്. ചെങ്ങന്നൂർ വ്യാപാര കേന്ദ്രം എന്ന നിലയ്ക്ക് കേരളത്തെ ഉയർത്തുന്നതിൽ അവിഭാജ്യ പങ്കുവഹിച്ചിട്ടുമുണ്ട്. കുരുമുളക് കണ്ട് കൊതിച്ചു വന്നവരുമായി കച്ചവടം തുടങ്ങിയപ്പോൾ നിരണം തുറമുഖത്തിന്റെ പ്രസിദ്ധിക്കൊപ്പം ചെങ്ങന്നൂരും പ്രാധാന്യം നേടി എന്നാണ് ചരിത്രം. ഇനി ചെങ്ങന്നൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വരാം. ഐക്യ കേരളം രൂപപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെ നടന്ന 17 തെരഞ്ഞെടുപ്പുകളിലും ചെങ്ങന്നൂർ മണ്ഡലം സ്ഥിരമായി ആരോടും കൂറു പുലർത്താത്ത മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊരു തിരുത്തിന്റെ നൂറ്റാണ്ടുമുണ്ട്. കൈപ്പത്തി മാത്രം ജയിച്ചു കയറിയ 25 വർഷങ്ങൾ. 1991 മുതൽ 2016 വരെ കോൺഗ്രസിന്റെ പ്രതിനിധികളാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത്. ഇന്ന് ഇടതുമുന്നണിക്കൊപ്പമുള്ള ശോഭന ജോർജ് 3 തവണയും നിലവിലെ കുണ്ടറ MLA PC വിഷ്ണുനാഥ് 2 തവണയും ചെങ്ങന്നൂരിൽ നിന്ന് ജയിച്ചു. 2016 ജയിച്ച KK രാമചന്ദ്രൻ നായരുടെ മരണത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് സജി ചെറിയാൻ ചെങ്ങന്നൂരിന്റെ ജനപ്രതിനിധിയായത്. 2021 സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചു വന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ചെങ്ങന്നൂരിന്റെ പഴയ രാഷ്ട്രീയ കണക്കുകൾ വിശദമായി തന്നെ നോക്കാം. അതിൽ നിന്ന് നമുക്ക് ചിലതെല്ലാം കണക്ക് കൂട്ടിയെടുക്കാനുണ്ട്. കാണാം മണ്ഡല ചിത്രം. ഒരു കാലത്ത് ആയി രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു ചെങ്ങന്നൂർ. പിന്നീട് ചേരമാൻ പെരുമാളിന്റെ ഭരണത്തിലായിരുന്ന പ്രദേശം. ചെങ്ങന്നൂരിനെ കുറിച്ച് ക്രിസ്തുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചരിത്ര ലിഖിതങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 947 CE രേഖപ്പെടുത്തിയ മാമ്പള്ളി ലിഖിതമാണ് ചെങ്ങന്നൂരിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പഴക്കമേറിയ ചരിത്രരേഖ. ഇനി രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. 1957 രൂപപ്പെട്ട മണ്ഡലമാണ് ചെങ്ങന്നൂർ മണ്ഡലം. കോൺഗ്രസിനും ഇടതിനും ഒരുപോലെ വേരോട്ടം ഉള്ള മണ്ഡലമാണ് ചെങ്ങന്നൂർ. CPIയുടെ R ശങ്കരൻ തമ്പി ആദ്യ MLA ആയി വന്നു. 1960 NDPയുടെ KR സരസ്വതി അമ്മ ഇവിടെ ജയിച്ചു. UDFന്റെ ഭാഗമായിട്ടാണ് KR സരസ്വതി അമ്മ മത്സരിച്ചത്. 1967 70 ജയം CPIMന്റെ PGP പിള്ളയ്ക്കായിരുന്നു. 1977 ജയം സ്വതന്ത്രനായി മത്സരിച്ച തങ്കപ്പൻ പിള്ള ആണ് പിന്നീട് MLA ആയത്. 1980 KR സരസ്വതി അമ്മയ്ക്കാണ് ജയം. ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് KR സരസ്വതി അമ്മ മത്സരിച്ചത്. 82 ജയം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ്. S രാമചന്ദ്രൻ പിള്ള MLA ആയി. 1987 ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റിന്റെ മാമ്മൻ ഐപ്പ് MLA ആയി വന്നു. 1991 മുതൽ 2006 വരെ കോൺഗ്രസിന്റെ ശോഭന ജോർജ് ആയിരുന്നു MLA. 2006 കോൺഗ്രസിന്റെ PC വിഷ്ണുനാഥ് MLA ആയി. 2011 ജയം PC വിഷ്ണുനാഥിനായിരുന്നു. 2016 PC വിഷ്ണുനാഥിനെ പരാജയപ്പെടുത്തി KK രാമചന്ദ്രൻ നായർ MLA ആയി വന്നു. 2018 KK രാമചന്ദ്രൻ നായരുടെ മരണത്തോടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 2018 സജി ചെറിയാൻ MLA ആയി വന്നു. 2021 ജയം സജി ചെറിയാന് തന്നെയാണ്. ഇതുവരെ മണ്ഡലത്തിന്റെ ചരിത്രമാണ് നമ്മൾ പരിശോധിച്ചത്. മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ട്, അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്നിവ നോക്കാം. ഓരോ തെരഞ്ഞെടുപ്പിലും എന്തൊക്കെ മാറ്റങ്ങൾ മുന്നണിയിൽ വന്നു എന്ന് ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തമാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നമുക്ക് ആദ്യം പരിശോധിക്കാം. സജി ചെറിയാൻ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 71,502 വോട്ടുകളാണ് ലഭിച്ചത്. 48.8% വോട്ടുകൾ. M മുരളിയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. 39,409 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 26.9% വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
എം വി ഗോപകുമാറായിരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. 34,620 വോട്ടുകൾ, അതായത് 23.3% വോട്ടുകൾ. എൻ ഡി എക്ക് തരക്കേടില്ലാത്ത വോട്ട് ശതമാനമുള്ള, തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ എന്നുകൂടി ഓർക്കണം. അടുത്തതായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നമുക്ക് നോക്കാം. കൊടിക്കുന്നിൽ സുരേഷായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ലഭിച്ചത് 49,031 വോട്ടുകൾ, അതായത് 39.21% വോട്ടുകൾ. സി എ അരുൺകുമാർ ആയിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി, സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 47,393 വോട്ടുകൾ, അതായത് 37.9% വോട്ടുകൾ നമുക്ക് ഈ ചാർട്ടിൽ കാണാം. ഇനി ബൈജു കലാശാലയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി, ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. ബൈജു കലാശാല 25,424 വോട്ടുകൾ, അതായത് 20.33% ബൈജു കലാശാലയുടെ വോട്ടുകൾ. അതായത് അതിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിനേക്കാൾ ശതമാനക്കണക്കിൽ കുറവാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്ക് ചെങ്ങന്നൂരിലെ എൻ ഡി എയുടെ വോട്ട് നില എന്നതുകൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പുറമെ 10 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് ചെങ്ങന്നൂർ. ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഏറ്റവും വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടത്തിയത് എന്നത് ഓർക്കണം. 5 ഗ്രാമപഞ്ചായത്തുകൾ എൻ ഡി എ നേടി. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫ് നേടി. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ആല എൻ ഡി എ ആണ് നേടിയത്. 2020 എൽ ഡി എഫ് ആയിരുന്നു കേട്ടോ. ബുധനൂരിൽ എൻ ഡി എ ആണ്, 2020 എൽ ഡി എഫ് ആയിരുന്നു. ചെറിയനാട് യു ഡി എഫ് ആണ് നേടിയത്. മാന്നാർ എൽ ഡി എഫ് ആണ് നേടിയത്. മുളക്കുഴ എൽ ഡി എഫ് ആണ് നേടിയത്. പാണ്ടനാട് എൻ ഡി എ നേടി. 2020 യു ഡി എഫ് നേടിയ പഞ്ചായത്തായിരുന്നു അത്. പുലിയൂരിൽ യു ഡി എഫ് ആണ് ജയിച്ചത്. അത് 2020 എൽ ഡി എഫ് ജയിച്ചതായിരുന്നു. തിരുവൻവണ്ടൂരിൽ എൻ ഡി എ വിജയിച്ചു. 2020 എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത്. വെൺമണിയിൽ എൽ ഡി എഫ് ആണ്. ചെന്നിത്തല തൃപ്പരന്തുറ എൻ ഡി എ ആണ് ജയിച്ചത്. 2020 എൽ ഡി എഫ് ജയിച്ചതാണ്. ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്നും ഒരു ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൽ നിന്നും എൻ ഡി എ പിടിച്ചെടുത്തു. ഇതോടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നത് എൻ ഡി എ ആണ് എന്നുള്ള പ്രത്യേകത ഈ കൂടിയുണ്ട്. അതായത് നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം വല്ലാതെ കുറഞ്ഞ എൻ ഡി എക്ക്, പക്ഷേ അതിന് തൊട്ടു പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം കൈയടക്കാനുമായി എന്നുള്ള പ്രത്യേകതയുണ്ട്. എൽ ഡി എഫിന് 3 ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫിന് 2 മാത്രമാണ് ഭരണം നേടാനായത്. ചെങ്ങന്നൂരിന്റെ എം എൽ എ ആയ മന്ത്രി സജി ചെറിയാൻ ന്യൂസ് മലയാളത്തോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എം എൽ എയുടെ മുഖ്യ എതിർകക്ഷിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയായി KPCC ജനറൽ സെക്രട്ടറി എബി കുര്യാക്കോസും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. പറഞ്ഞേ പറ്റൂ. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. സ്വാഗതം ശ്രീ സജി ചെറിയാൻ. ഹലോ എം എൽ എയിലേക്ക്. ഇനി നമുക്കിപ്പം സജി ചെറിയാന് പുറമെ KPCCയുടെ ജനറൽ സെക്രട്ടറി എബി കുര്യാക്കോസ് കൂടിയുണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി. എബി കുര്യാക്കോസിനും ഹലോ എം എൽ എയിലേക്ക് സ്വാഗതം. ആദ്യ ചോദ്യം ചെങ്ങന്നൂരിന്റെ എം എൽ എ കൂടിയായ മന്ത്രി സജി ചെറിയാനോട് തന്നെയാണ്. സ്വാഭാവികമായും അങ്ങനെ വേണമല്ലോ നമ്മൾ തുടങ്ങാൻ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 5 പഞ്ചായത്തുകളിൽ എൻ ഡി എ ആണ് ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നത്? ഇടതുമുന്നണിയുടെ ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചായത്തുകൾ കൂടി എൻ ഡി എയുടെ കയ്യിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ എൻ ഡി എക്ക് 3 പഞ്ചായത്തിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ 3 പഞ്ചായത്ത് അവരാണ് ആദ്യം ഭരിച്ചത്. പിന്നീട് പല സാഹചര്യം കൊണ്ട് അവർ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിലും മാന്നാറിലുമൊക്കെ യു ഡി എഫിനായിരുന്നു ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം പിന്നീട് മാന്നാറിലൊക്കെ നഷ്ടപ്പെട്ടു പോയതാണത് ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചാൽ, ഇപ്പം ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർമാരുടെ വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഞങ്ങളും എൻ ഡി എയുമായി 13,000 വോട്ട് വ്യത്യാസമുണ്ട്. ഞങ്ങൾ യു ഡി എഫുമായിട്ട് 4,000 വോട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യമാണെന്ന് പറയുമ്പോഴും ചെങ്ങന്നൂർ മണ്ഡലത്തിൽ കൃത്യമായ ഭൂരിപക്ഷം 4,000-ഓളം വോട്ട് യു ഡി എഫും ഞങ്ങളുമായി ഇപ്പോഴും ഭൂരിപക്ഷമുണ്ട്. അതിനർത്ഥം ഞങ്ങളുടെ രാഷ്ട്രീയമായ ഞങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും ഇവിടെ പരമ്പരാഗതമായ സ്വാധീനമുണ്ടായിരുന്ന യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെ സ്വാധീനം കുറയുകയും ചെയ്തു എന്നതാണ് വസ്തുത. ആ രാഷ്ട്രീയ വസ്തുത വെച്ചുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു തർക്കവും എൽ ഡി എഫിനെ സംബന്ധിച്ചില്ല. മികച്ച ഭൂരിപക്ഷത്തിലൂടെ എൽ ഡി എഫിൻ്റെ ആര് മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണുള്ളത്. പിന്നെ ബി ജെ പിക്ക് ഇവിടെ കിട്ടിയ പഞ്ചായത്ത് എല്ലാ ടോസാണ്. ഒരു പഞ്ചായത്ത് ഒഴിച്ച് എല്ലാ ടോസാണ്. ടോസിലിപ്പോൾ അവർക്ക് അനുകൂലമായി പോയതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ യു ഡി എഫിനെ കൂട്ടുപിടിച്ച് ബി ജെ പി അട്ടിമറിക്കാനും ബി ജെ പി കൂട്ടുപിടിച്ച് യു ഡി എഫിനെ അട്ടിമറിക്കാനും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട്, സ്വതന്ത്രമായ നിലപാടെടുത്ത് ടോസിലേക്ക് വന്നു. അവിടെ ചിലയിടത്തൊക്കെ ബി ജെ പി ജയിച്ചു, ചിലയിടത്ത് യു ഡി എഫ് ജയിച്ചു.
ഞങ്ങൾക്ക് ജയിക്കേണ്ട പഞ്ചായത്തിൽ ഞങ്ങളുടെ 3 പഞ്ചായത്ത് ഞങ്ങൾ നല്ല ഭൂരിപക്ഷം തന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ ജയിച്ചു. ബാക്കിയുള്ളത് ടോസിൽ പോയി, അതങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയമായ വോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും വിജയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ താഴെ പോയില്ല. എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ പ്രതീക്ഷ അത്ര ഒരു വിജയം വന്നില്ലെന്നുള്ളത് വസ്തുതാപരമാണ്. റൈറ്റ്. അപ്പോൾ ആ ഗ്രാമപഞ്ചായത്തുകളിൽ അതൊരു വലിയ തിരിച്ചടിയല്ല, രാഷ്ട്രീയമായ വിജയം തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇടതുമുന്നണി നടത്തുന്നത്, സ്ഥല MLA നടത്തുന്നത്. ശ്രീ എബി കുര്യാക്കോസ് കൂടിയാണ് നമുക്കൊപ്പം ചേരുന്നത്, KPCയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൽ നിന്നുള്ള പ്രതികരണം കൂടി നമുക്ക് ആരായാം. 3 ഗ്രാമപഞ്ചായത്തുകളുടെ അധികം ഭരണം NDA നേടിയെടുത്തു. സ്വാഭാവികമായും ഇത്തരത്തിൽ ടോസിലൂടെയൊക്കെയാണ് നേടിയെടുത്തതെന്ന് പറയുമ്പോഴും അവർക്ക് അവരുടെ 5 പഞ്ചായത്തിൽ ഭരണം നേടാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്നും മന്ത്രി സജി ചെറിയാൻ പറയുന്നു. ഈ സാഹചര്യം ഒരു തിരിച്ചടിയാകുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ മുന്നേറ്റം ഇപ്രാവശ്യമുണ്ടായി. പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൽ 34,000-ൽ നിന്ന് 47,000-ആയിട്ട് ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ വർദ്ധിച്ചു. 50,000 ആക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. BJPയുടെ വിജയം എന്ന് പറയുന്നത് അവർക്ക് സിംഗിൾ ലാർജസ്റ്റ് ആയിട്ട് കിട്ടിയത് 1 പഞ്ചായത്ത് മാത്രമാണ്. ബാക്കി 2 സ്ഥലങ്ങളിൽ ടോസ് നേടി. ഒരു സ്ഥലത്ത് UDF ഭൂരിപക്ഷമുള്ള പാടനാട് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് SC വനിതയില്ലാത്തതുകൊണ്ട് പ്രസിഡൻ്റായതാണ്. അതുകൊണ്ട് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതാപരമായി ശരിയല്ല. ഒരു കാര്യത്തിൽ BJPക്ക് അഭിമാനിക്കാൻ കാരണം CPM-ൻ്റെ കുത്തക സ്ഥലങ്ങളിൽ ബുധനൂർ, മുളക്കഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ CPM ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. BJPയിലേക്ക് CPM-ന്റെ കുറച്ച് വോട്ടുകൾ ചോർന്നതുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. എങ്കിൽ പോലും ഒരു തമ്പിങ് വിക്ടറി എന്ന നിലയ്ക്ക് BJPക്കോ NDAക്കോ അവിടെ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നു. ബാക്കി കാര്യങ്ങളിലെല്ലാം ഏതാണ്ട് സമാനമായ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ LDF-നും UDF-നും ഉള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി വീണ്ടും മന്ത്രിയോടാണ് ചോദ്യം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്ന് സ്വാഭാവികമായും ചെങ്ങന്നൂരായിരിക്കും. ചെങ്ങന്നൂരിലും അതിൻ്റെ പ്രതിഫലനങ്ങളും ചലനങ്ങളും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അതേക്കുറിച്ചുള്ള വിലയിരുത്തൽ? ശബരിമല പ്രശ്നം ആ നിലയിൽ എൻ്റെ മണ്ഡലത്തിൽ ചർച്ചയായെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ചർച്ച ചെയ്യപ്പെട്ടുണ്ടാകും. കാരണം ഇവർ ഒരുപാട് കള്ളപ്രചരണം നടത്തിയല്ലോ. ഇത് ഞങ്ങളുടെ പാർട്ടിയെ അടിക്കാനുള്ള വടിയായിട്ട് അവർ ഉപയോഗിച്ചല്ലോ. കള്ളപ്പാട്ടും കള്ളപ്രചരണവും ഒക്കെ നടന്നല്ലോ. പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം മുതലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ പൂർണ്ണമായും സഹകരിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ്റും പാർട്ടിയും സ്വീകരിച്ചത്. അപ്പോൾ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനകത്തൊരു വെള്ളം ചേർത്തെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. SNDP നേതൃത്വമാണെങ്കിലും NSS നേതൃത്വമാണെങ്കിലും അവരെല്ലാം KPMS നേതൃത്വമാണെങ്കിലും ഹൈന്ദവ സംഘടനകളെല്ലാം ഈ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നിലപാട് ശരിയാണ്. കാരണം ഞങ്ങൾ അതിനകത്ത് ഒരു തരത്തിലും ആരുടെയും താല്പര്യം സംരക്ഷിക്കാൻ പോയിട്ടില്ല. ഏത് അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികളെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരട്ടെ എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായി വലിയ തരത്തിൽ അത് ബാധിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ബാധിച്ചായിരുന്നെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഒന്നും ഞങ്ങളിവിടെ ജയിക്കില്ല. കാരണം പ്രത്യേകിച്ച് നഗരസഭാ പ്രദേശത്ത് ഞങ്ങൾ പച്ചവടത്തില്ലായിരുന്നു. യഥാർത്ഥ വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുറ്റക്കാരാണ് എന്ന ധാരണ അവർക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതൊരു കാരണവശാലും ബാധിക്കത്തില്ല എന്ന വിശ്വാസം തന്നെ എനിക്കുള്ളത്. ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യും. ശ്രീ എബിയോട് ചോദിക്കാം. എബി, ഇത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കുറെ കള്ളപ്പാട്ടുകളൊക്കെ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ആ നിലയ്ക്ക് ഒക്കെ ഒരു ചെറിയ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ അത് ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കൊരു വിഷയമേ അല്ലാതെ പോകും എന്നാണ് മന്ത്രി പറയുന്നത്. 100% ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അത് ഞങ്ങളെ ഏറെ സഹായിച്ചു. കാരണം കേവലമായ ഒരു ആരോപണമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റവും പരിപാവനതയോടെ കാണുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ചെങ്ങന്നൂരുമായിട്ട് ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. അവിടെ നടന്നത് ഒരു മോഷണമാണ്. ശബരിമല ക്ഷേത്രത്തിലെ മോഷണം തടയുവാൻ ബാധ്യതപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ്, മന്ത്രിയാണ്, ദേവസ്വം ബോർഡാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടന്നപ്പോൾ CPM-ൻ്റെ പ്രമുഖ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അകത്ത് പോയിട്ടും ഒരു നല്ല വിശദീകരണം ജനങ്ങളുടെ മുമ്പാകെ തരുവാൻ CPM-ന് കഴിഞ്ഞില്ല. അപ്പോൾ CPM ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, അതിൽ പരാജയപ്പെട്ടു എന്നുള്ള വലിയ ആരോപണം ജനങ്ങൾ ശരിവെക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ അക്കാര്യത്തിൽ വളരെ സങ്കടവും ക്ഷോഭവുമുള്ളവരാണ്. അതൊക്കെ ഏറ്റവും നന്നായി
UDF-നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്ന് ഇതിപ്പോ UDF മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക NDA കൂടിയാണ്. ഇപ്പോൾ NDAക്ക് നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ ടോസിങ്ങിലൂടെ നേടിയതാണെങ്കിൽ കൂടി 5 ഇടത്ത് ഭരണമുണ്ട് എന്നുള്ള സാഹചര്യമുണ്ട് പഞ്ചായത്തുകളിൽ. മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തരക്കേടില്ലാത്ത പ്രകടനം അവിടെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ NDA ഒരു പ്രധാന വെല്ലുവിളിയായി മണ്ഡലത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ടോ? BJP ഇവിടെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്, ഇന്നത്തെ ഞാൻ പറയുന്നില്ല. എന്നാൽ ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ UDF-നെ ഓവർകം ചെയ്യാൻ BJP കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് 32 34 വോട്ടായി കുറഞ്ഞു വീണ്ടും. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ വോട്ടെന്ന് പറയുന്നത് ഒരു 35,000 വോട്ട് ഈ മണ്ഡലത്തിലുണ്ടെന്നുള്ള പ്രശ്നം. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മൊത്തം കണക്കെടുത്ത് 32,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 53,000 വോട്ട് പിടിച്ചു. അപ്പോൾ ഈ ഒരു കണക്ക് ശാസ്ത്രം വെച്ചാൽ അവർക്കൊരു അധികമായ ഒരു വോട്ട് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വരുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പിന്നെ നല്ല മത്സര പങ്കാളികളാകുന്നുണ്ട്. അവർ പണ്ടത്തെ കാലുവാരലൊന്നും ഇല്ല. അവർ പിന്നെ അവരുടെ വോട്ട് അവർ പിടിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് അവർ വന്നു. ആ കാര്യത്തിൽ അവർ ഇപ്പോൾ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളും അവരും UDF-ഉം ശക്തമായ 3 മുന്നണി നേതാക്കളെയും ഞങ്ങളുടെ മണ്ഡലത്തിൽ തുല്യ ശക്തികളായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് നേരിയ മുന്നേറ്റം ഞങ്ങൾക്കാണുള്ളത്. ജനങ്ങളാണല്ലോ അന്തിമമായി തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ജനങ്ങൾ അത് സംബന്ധിച്ച് വിധി എഴുതട്ടെന്നുള്ളതാണ് എൻ്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം. റൈറ്റ്, ഇരുവരും തുടരണം. മന്ത്രി സജി ചെറിയാനോടും എബി കുര്യാക്കോസിനോടും ഇനിയും ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിനു മുമ്പ് MLA എന്ന നിലയിൽ സജി ചെറിയാൻ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. ചെങ്ങന്നൂരിൽ നടത്തിയ പദ്ധതികൾ എന്തൊക്കെയായിരുന്നു, പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിയാം. മന്ത്രി എന്ന പ്രതിച്ഛായക്കൊപ്പം MLA എന്ന നിലയിൽ സജി ചെറിയാൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ചെങ്ങന്നൂരിൽ LDF-ന്റെ ആത്മവിശ്വാസം. കായിക പരിശീലന കേന്ദ്രവും സ്റ്റേഡിയം മുതൽ കുടിവെള്ള പദ്ധതി വരെ സജി ചെറിയാൻ ഉയർത്തിക്കാട്ടുന്നു. അപ്പോഴും സിനിമാ തിയേറ്റർ അടക്കമുള്ള വാഗ്ദാനങ്ങൾ എന്തായി എന്നൊക്കെ പ്രതിപക്ഷം ചോദിക്കുന്നുമുണ്ട്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോകാം. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ സാധിക്കുമെന്നാണ് സജി ചെറിയാന്റെ ആത്മവിശ്വാസം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ 115 കോടിയോളം രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയ ഏറ്റവും ഡ്രീം പ്രോജക്റ്റാണ് ചെങ്ങന്നൂരിന് ഞങ്ങൾ സമർപ്പിക്കുന്നത്. കായിക കേരളത്തിന് മുതൽക്കൂട്ടാകുന്ന പരിശീലന കേന്ദ്രവും സ്റ്റേഡിയവുമാണ് ഇതിൽ പ്രധാനം. 70% പണി പൂർത്തിയായി. എന്നാൽ PC വിഷ്ണുനാഥിന്റെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും കാലത്തുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചാണ് പുതിയ സ്റ്റേഡിയം പണിയുന്നതെന്നും നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ചെങ്ങന്നൂരിലെ മാർക്കറ്റിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിർമ്മാണ ജോലികൾ കച്ചവടക്കാരെ ചെറുതായി ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. മനുഷ്യൻ ജീവിച്ചോണ്ടിരുന്നതാ. അത് പോലീസ് നാളാണക്കല്ലാക്കി ഇട്ടേക്കുന്ന കാരണം കൊണ്ടാണ് ഇപ്പൊ കച്ചവടമൊന്നുമില്ല, ആള് കയറി വരുന്നില്ല. വഴിയിലല്ലേ ഇരിക്കുന്നത്, അന്നേരം പിന്നെ എങ്ങനെയാ കച്ചവടം നല്ലതായിട്ട് വരുന്നത്? ഒരു കടയിലിരിക്കുന്നതും വഴിയിലിരിക്കുന്നതും രണ്ടും രണ്ടായിട്ട് വരും. എന്നാൽ കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാകുന്നതോടെ മാർക്കറ്റിന്റെ മുഖച്ഛായ തന്നെ മാറും. ഇതുകൂടാതെയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഫയർഫോഴ്സ് കെട്ടിടത്തിന്റെയും പണികൾ പൂർത്തിയായത്. 524 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി മണ്ഡലത്തിൽ നടപ്പിലാക്കിയെന്ന് MLA പറയുന്നു. ഇതിനു പുറമെ 60 കോടി രൂപയിൽ അധികം മുടക്കിയാണ് സർക്കാർ കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണവും നിർമ്മാണവും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം പറയുമ്പോഴും മണ്ഡലത്തിൽ സജീവമായ സജി ചെറിയാനോട് വോട്ടർമാർക്ക് പ്രത്യേക താല്പര്യവുമുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ. കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടെ ഏറ്റവും സംതൃപ്തി നൽകിയ പദ്ധതി എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇനി സജി ചെറിയാനോട് ചോദിക്കാനുള്ളത്. എന്താണ് ശ്രീ സജി ചെറിയാൻ കഴിഞ്ഞ 4.5 വർഷത്തിനിടെ ഏറ്റവും സംതൃപ്തി നൽകിയ പദ്ധതി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു ആശുപത്രി ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റാണ് ഈ മാസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചെങ്ങന്നൂർ ജില്ലാ ഹോസ്പിറ്റൽ. 115 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഈ സംസ്ഥാനത്ത് ട്രോമാ കെയർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു ഹോസ്പിറ്റൽ സമുച്ചയം തീരുകയാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ചികിത്സ അവർക്ക് സർക്കാർ മേഖലയിൽ കിട്ടാൻ പോകുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്നം. രണ്ടാമത് ചെങ്ങന്നൂരിൻ്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായിക രംഗത്ത് ഞങ്ങൾ വട്ടപ്പൂജയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്ന ഈ മയക്കുമരുന്നിനെല്ലാം അടിമപ്പെട്ടു പോകുന്നതിന് അതിജീവിക്കണമെങ്കിൽ കുട്ടികളെ കായിക വിദ്യാഭ്യാസത്തിന് കൂട്ടണം. അതിനുവേണ്ടി ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അടുത്ത മാസം ഇനാഗറേറ്റ് ചെയ്യുന്നു. നിങ്ങൾ വരണം. ഒരു കൊടക്കീടിൽ എല്ലാ കായിക മത്സരങ്ങളും നടത്താൻ പറ്റും. അവിടെ ഫുട്ബോൾ കോർട്ടുണ്ട്, 400 സിന്തറ്റിക് ട്രാക്ക് പണിയുന്നു, ഇൻഡോർ സ്റ്റേഡിയമുണ്ട്, അവിടെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ബാസ്കറ്റ് ബോൾ എല്ലാം നടത്താനുള്ള പ്രത്യേക സംവിധാനമുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞാൻ സ്വിമ്മിംഗ് പൂളിലൂടെ പണം വെച്ചു. അപ്പോൾ ഒളിമ്പിക്സ് മാതിരിയുള്ള സ്വിമ്മിംഗ് പൂൾ അടക്കം കേരളത്തിലെ ഒരു കൊടക്കീഴിൽ എല്ലാ കായിക മത്സരവും നടത്താൻ കഴിയുന്ന ആദ്യത്തെ വിറങ്ങു പോകേണ്ട ഹോസ്റ്റൽ അടക്കം എല്ലാം കൂടി ചേരുന്ന ഒരു വലിയ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇങ്ങനെ തീരാറായി.
അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഇപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അത് ചെറിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് വലിയൊരു സംഭവം. മൂന്നാമത്തെ കാര്യം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞാണ് 1 മീറ്റർ പൈപ്പ് ഇല്ലാത്ത കേരളത്തിലെ ഏക മണ്ഡലം ഏതാണെന്ന് നോക്കിയാൽ നിങ്ങൾ പരിശോധിച്ച ചെങ്ങന്നൂരായിരുന്നു. 1 മീറ്റർ പൈപ്പ് ഇവിടെ ദീർഘകാലമായി UDF ജയിച്ചുപോയി. 1 മീറ്റർ പൈപ്പില്ല. മലയോര മേഖലയിലൊക്കെ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കിലോമീറ്ററുകളാണ് ഞങ്ങളുടെ അമ്മമാരും സഹോദരിമാരും വെള്ളം തലച്ചുമടെ ചുവന്ന് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന കാലം. അത് ഞങ്ങൾ അവസാനിപ്പിച്ച് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി 650 കോടി രൂപയുടെ പ്രൊജക്ട് അതിന്റെ ഫൈനൽ സ്റ്റേജിലായി. എടുത്തു പറയാൻ അങ്ങനെ ധാരാളം പദ്ധതികൾ കയ്യിലുള്ളപ്പോഴും അവിടെ നടപ്പാക്കേണ്ടിയിരുന്നത്, പക്ഷേ നടപ്പാക്കാമായിരുന്നത് അല്ലെങ്കിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ് ചെങ്ങന്നൂരുകാർക്ക് വേണ്ടി? എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ആഗ്രഹമുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടത്ര ഓഡിറ്റോറിയങ്ങളില്ല. അതായത് വലിയ ഫംഗ്ഷനുകൾ നടത്താനുള്ള ഓഡിറ്റോറിയങ്ങളില്ല. അതുപോലെ നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇല്ല. അത് ഞങ്ങൾ കുതിരോട്ടച്ചിറയിൽ ഒരു വലിയ ടൂറിസം പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ ചെയ്യാണ്ടിരിക്കുക. 13.5 കോടി രൂപയാണ്. 2 വലിയ ഓഡിറ്റോറിയങ്ങളുടെ പ്രൊജക്റ്റ് ഞങ്ങൾ വെച്ചു. അതിന് പണം ഞാൻ വെച്ചു കഴിഞ്ഞു. അതിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു 3000 പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആളുകൾക്ക് എത്താൻ കഴിയാൻ, കൂടാൻ കഴിയുന്ന, അവർക്ക് വർത്തമാനം പറയാൻ കഴിയുന്ന ധാരാളം കേന്ദ്രങ്ങൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു 10-15 പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പൂർത്തീകരണം തീർച്ചയായിട്ടും വരുന്ന ഒരു കാലത്ത് നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിന്റെ വികസനങ്ങളെ മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ നേരെ എതിരാളികൾ UDF തന്നെയാണ്. അവിടെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിർണായകമായ ശക്തിയാണ് NDA എന്ന് പറയുമ്പോഴും മത്സരം LDF-നും UDF-നും ഇടയ്ക്കായിരിക്കും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെട്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ചെങ്ങന്നൂർ മണ്ഡലം അടക്കം അവർ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമാണല്ലോ. അതേക്കുറിച്ച് എന്താണ് പറയാം? ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടത് 110 സീറ്റ് കിട്ടുമെന്നാണ്. പക്ഷേ സ്വപ്നം യാഥാർത്ഥ്യമാണെന്നില്ലല്ലോ. 110 സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വരുന്ന ആ സ്വപ്നം, ആ 110 പേരും കൂടെ വണ്ടിയിൽ കയറി പോകുന്ന സ്വപ്നം ഒക്കെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അത് ആർക്കാ സ്വപ്നം കാണാൻ പറ്റാത്തത്? 85 കേരളത്തിൽ നമ്പറല്ല. ഞങ്ങൾക്കിപ്പോൾ 60 കോൺസ്റ്റിറ്റ്യൻസിയിൽ ഈ പ്രതിസന്ധിക്കിടയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. 11 സീറ്റിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ കണക്കുള്ളൂ 15 സീറ്റ്. ഈ 60 കഴിഞ്ഞാൽ എൻ്റെ കാൽക്കുലേഷനിൽ 15 സീറ്റ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പോൾ 500 സീറ്റ് നിങ്ങൾ കൂട്ടിവെച്ച സീറ്റ് ഞങ്ങളുടെ ഈ 500 വോട്ടറാണ് ഇപ്പോൾ ഞങ്ങൾ പുറകെ നിൽക്കുന്നത്. ഞങ്ങൾ ഈ പിടിക്കുമത് ഞങ്ങൾക്ക് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ ഭൂരിപക്ഷമുണ്ട്. അവിടുത്തെ പ്രാദേശികമായ ചില കാര്യങ്ങളാണ് ഞങ്ങൾ പുറകെ പോയത്. അപ്പോൾ 500 സീറ്റ് നിങ്ങൾ കൂട്ടി വെച്ചാൽ 500 സീറ്റ് ഈ 60-നകത്ത് വരുന്നില്ല. അപ്പോൾ 61 അങ്ങനെ 15 സീറ്റ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പിടിക്കാം. കാരണം ഞങ്ങളുടെ സംഘടനാ മിഷൻ ശരിക്കും പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ 75. അത് കഴിഞ്ഞാൽ ഞാൻ കണക്ക് കൂട്ടുന്ന 19 സീറ്റ് ഈ കേരളത്തിൽ UDF-ന് നഷ്ടപ്പെടുന്ന സീറ്റുണ്ട്. അത് അവർ മനസ്സിലാക്കിക്കോട്ടെ. അവരിപ്പോൾ ഈ പറയുന്ന ചില ഏകീകരണം വന്ന സ്ഥലങ്ങളിൽ കുറച്ച് നേട്ടം ഉണ്ടാകും. അത് എല്ലാ ജില്ലയിലും ഒന്നും ഉണ്ടാകുമെന്ന് അവർ ധരിക്കണ്ട. അങ്ങനെ 19 വന്നാൽ 75-10, 85-9, 94 സീറ്റ്. അത് 90 മുതൽ 94 സീറ്റ് വരെ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. അത് സ്വപ്നമല്ല. ഞാൻ പൊളിറ്റിക്കൽ കാൽക്കുലേറ്റ് ചെയ്ത ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. റൈറ്റ്. അത് ഈ കാര്യത്തിൽ ശ്രീ വിയുടെ ആലോചന കൂടി അറിയണം. നമുക്ക് അതിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വീണ്ടും നമ്മൾ എബി കുര്യാക്കോസിലേക്കാണ് പോകുന്നത്. ശ്രീ ബി, ഈ സജി ചെറിയാൻ വളരെ കരുത്തനായ ഒരു നേതാവാണ്. തീർച്ചയായും ഒരിക്കൽ കൂടി അദ്ദേഹം മത്സരരംഗത്തേക്ക് എത്തിയേക്കുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കുറേയൊക്കെ ജനകീയനും കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ചെങ്ങന്നൂരിൽ എങ്ങനെ സജി ചെറിയാനെ നേരിടാനാണ് നിങ്ങളുടെ പദ്ധതി? അദ്ദേഹം ജനങ്ങളുമായിട്ടൊക്കെ നല്ല നിലയിൽ ഇടപെട്ടു. ജനങ്ങൾ കാണുന്ന സന്ദർഭങ്ങളിൽ അവരുടെ അഭീഷ്ടമനുസരിച്ച് അദ്ദേഹം വികസനത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യമായില്ല. ഞാൻ 1-2 ഉദാഹരണം പറയാം. ഒന്ന്, സ്റ്റേഡിയം. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കയ്യിലിരുന്ന സ്റ്റേഡിയമാണ്. നിലവിൽ അവിടെ ഫുട്ബോൾ കോർട്ട് ഉണ്ടായിരുന്നു. വിഷ്ണുനാഥിൻ്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൾട്ടി പർപ്പസ് കോർട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി അന്തർദേശീയ നിലവാരത്തിലുള്ള പുതിയ സ്റ്റേഡിയം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സ്റ്റേഡിയം പണി ആരംഭിച്ചതാണ്. അദ്ദേഹം MLA ആയി, ഇപ്പോൾ മന്ത്രിയായി, ഏറ്റവും പവർഫുള്ളായ ആളായി. ഇതുവരെ സ്റ്റേഡിയം പൂർത്തീകരിച്ച് ഒരു കുഞ്ഞിന് ഒരു പന്ത് തട്ടാനുള്ള അവസരം പോലും ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രി
താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കിയത് UDF ആണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്, വിശ്വനാഥ് MLA ആയിരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, പുതിയ പോസ്റ്റുകളൊക്കെ വന്നത്. പഴയ ഒരു ബിൽഡിങ് ഇടിച്ച് പുതിയൊരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണി എത്ര പൂർത്തീകരിച്ചു എന്നറിയില്ല. അവിടെ MPയുടെ ഫണ്ടിൽ നിന്ന് വന്ന കെട്ടിടങ്ങളുണ്ട്, പഴയ കെട്ടിടങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പക്ഷേ ആശുപത്രി ഫങ്ഷൻ ചെയ്ത് സാധാരണക്കാർക്ക് പ്രയോജനമുള്ള തരത്തിൽ ഒന്നുമായിട്ടില്ല. പുതിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. ഇവിടെ IT ഹബ്ബ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഏറ്റവും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ നാടാണ് ചെങ്ങന്നൂർ. അവർക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാൻ സജി ചെറിയാൻ താല്പര്യമെടുത്തിരുന്നെങ്കിൽ ഒരു സ്ഥാപനം വരുമായിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരു സ്ഥാപനമില്ലെന്ന് മാത്രമല്ല, പുതുതായി ഒരു ചെറുപ്പക്കാരന് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം പോലും ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടായി മാറും. എല്ലാ അവകാശവാദങ്ങളും നിൽക്കുമ്പോഴും ഈ ആരോപണങ്ങളും നിലനിൽക്കുകയാണ് എന്നാണ് ശ്രീ എബി കുര്യാക്കോസ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഹലോ MLAയിൽ പങ്കെടുത്ത് ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചതിന് വളരെ നന്ദി. ഇനി മണ്ഡലത്തിലുള്ളവർ അവർക്ക് MLAയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് കേൾക്കണമല്ലോ. ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു. MLA നല്ല പൊളി MLA. ഉമ്മൻചാണ്ടി ഇനി വന്നെന്ന് പറഞ്ഞാലും സഹിച്ചെറിയാൻ ഇവിടെ ചെങ്ങന്നൂർ ജയിക്കത്തുള്ളൂ. ഞങ്ങളുടെ സാറ് സഹിച്ചറിയാൻ നിന്ന് ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. എനിക്ക് ആഗ്രഹമില്ല സഹിച്ചറിയാന്നാണോ എന്ന്. അല്ല, കോൺഗ്രസ്സുകാരും എല്ലാവരും വരുവാണെങ്കിൽ പിന്നെയും കൊള്ളാം. ഈ ശബരിമല കൊള്ളയുടെ പ്രശ്നം വന്ന കാരണം ഇങ്ങനെ സ്വല്പം ഇതിലിങ്ങനെ നിൽക്കുക, നമുക്കൊന്നും തീർത്ത് പറയാൻ പറ്റുന്നില്ല. ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭരണം ഇങ്ങടുത്ത് വരണമെന്നാണ് ജനങ്ങൾക്ക് എല്ലാവരും അത് തന്നെയെങ്കിലും പുതിയൊരു ഭരണം വരണമെന്നാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ മക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സഹിച്ചാൽ ഞാൻ എപ്പോൾ കറങ്ങണമെന്ന് ചോദിച്ചാൽ മതി. ഉറപ്പായിട്ടും ഇത് കോൺഗ്രസിൻ്റെ 10,000, 20,000, 10,000 ഒക്കെ വോട്ടിന് പുരക്ഷ ജയിച്ചുകൊണ്ടിരുന്ന സജി എന്നൊരു പ്രത്യേക ഫാക്ടർ വന്നതുകൊണ്ട് വിഷ്ണുനാഥ് ഇവിടെ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. റൈറ്റ്. അപ്പോൾ MLA കേട്ട് കാണുമല്ലോ, ഈ മിനിസ്റ്റർ കേട്ട് കാണുമല്ലോ എന്തെല്ലാമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്ന്. MLA എന്ന നിലയിൽ ഈ നാട്ടുകാരോട്, ജനങ്ങളോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്താ? ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ചെങ്ങന്നൂരിലെ ജനങ്ങളെ ഞാൻ കൈവിട്ടിട്ടില്ല, അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നുമില്ല. ഏൽപ്പിച്ച ജോലി 100% ഒരു പരാതിയില്ലാതെ സത്യസന്ധമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ ഒരു നിലപാട് ആരിവിടെ മത്സരിക്കാൻ വന്നാലും ചെങ്ങന്നൂരിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന അങ്ങേയറ്റം ചുവപ്രതീക്ഷ ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ CPIഎമ്മിന്റെ MLAമാരോടോ മന്ത്രിമാരോടോ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ നേതാക്കന്മാരോട് പൊതുവെയോ ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ 2018 ഉപതെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിച്ച് വിജയിച്ചു, 2021 വിജയിച്ചു. അങ്ങനെ നോക്കിയാൽ 2 തവണ മത്സരിച്ച് വിജയിച്ചയാളാണ്. 3ാം ടൈമിലേക്ക് അല്ലെങ്കിൽ 3ാം തവണ മത്സരിക്കാൻ താങ്കൾ തയ്യാറാണോ? ചെങ്ങന്നൂരിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? ഞാൻ വ്യക്തിപരമായി പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു നോംസ് ഉണ്ട്. ആ നോംസ് നല്ല വിജയത്തിന് ഇടവരുത്തിയ നോംസാണ്. ആ നോംസിൽ നിന്ന് ഇപ്പം മാറേണ്ടതായ സാഹചര്യം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നോംസ് പ്രകാരമാണെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവർ വരും, അവർ വരട്ടെ, അവർ മത്സരിക്കട്ടെ, അവരെല്ലാം ജയിക്കും, അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പാർട്ടിയാണ് പൊതുവായി തീരുമാനിക്കുന്നത്. ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്യും. അതല്ലാതെ ഇടതുപക്ഷ മുന്നണി ആരെ നിർത്തുന്നോ അവരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലക്ഷ്യം. എന്തായാലും വളരെ നന്ദി. ഹലോ MLAയിൽ പങ്കെടുത്ത് ഇത്രയും വിശദമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചതിന്, മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ, വിമർശനങ്ങൾക്കുള്ള മറുപടി എല്ലാം തന്നെ ഏതായാലും വന്നു കഴിഞ്ഞു. വളരെ നന്ദി ഹലോ MLAയോട് സഹകരിച്ചതിന്. ഇനി നമുക്ക് ആരാകും എതിരാളി എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. സജി ചെറിയാനാണ് മത്സരിക്കാൻ എത്തുന്നതെങ്കിൽ ആരാകും എതിരാളി? യുവാക്കളുടെയും മുതിർന്ന നേതാക്കളുടെയും പേരുകൾ ഒരുപോലെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കൊപ്പം അതിഥിയായി എത്തിയ എബി കുര്യാക്കോസിന്റെ പേരാണ് പ്രധാനമായും പറഞ്ഞു നിൽക്കുന്ന ഒരു പേര്. KPCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ ബിനു ചുള്ളിയിലാണ് രണ്ടാമത്തെ പേരുകാരൻ. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മന്റെ പേരും തൽക്കാലം പറഞ്ഞു കേൾക്കുന്നുണ്ട്. 3 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താകും പ്രതിഫലിക്കുക എന്നതിന്റെ സൂചനയായിരുന്നോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? അതോ പുത്തൻ സാധ്യതകളിലേക്ക് വഴി തുറക്കുകയാണോ? അഭിപ്രായങ്ങളും തീർപ്പുകളും വിധികളും പ്രവചനങ്ങളും എല്ലാം മാറിമറിയാം. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ സമഗ്ര സമ്പൂർണ്ണ ചിത്രം കാണാം ഹലോ MLAയിൽ. ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു, ഉത്തരം പറഞ്ഞേ പറ്റൂ.